മീനിനോട് സ്വകാര്യം പറയുന്ന മത്സ്യകന്യക, അത്ഭുതവിളക്കില്ലാത്ത അലാവുദ്ദീൻ, ഇതൊക്കെ മറൈൻ വേൾഡ് കാഴ്ചകളുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നമുക്ക് ഫിഷ് സ്പാ ചെയ്യാൻ പറ്റൂ കേട്ടോ. പക്ഷെ മീമികൾക്ക് ഞങ്ങളുടെ കാലം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെന്താ അടുത്ത് വന്നിട്ട് തല തിരിച്ചു പോവാണ്. വേറെ കുറച്ച് കുഞ്ഞുമീനുകളൊക്കെ ഓടി വരുന്നുണ്ട്. പക്ഷേ അവർ കാലിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് ചുട്ടൻ കാലിളക്കും. പിന്നെ വലിയൊരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ചിപ്സ് പിടിച്ചാൽ കുറച്ച് പൈസ ലാഭിക്കാം. എന്താ വെച്ചാൽ അവിടെ ഫുഡിനൊക്കെ ഭയങ്കര റേറ്റാണ്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആ ചേച്ചി പറഞ്ഞത്. പക്ഷെ അതിനും പൈസ മേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുത്തില്ല. പല ഷേപ്പിലുള്ള കുളത്തിൽ കുറേ മീനുകൾ ഇട്ടിട്ടുണ്ട്. താമരയില പോലെ തോന്നുന്ന തെരണ്ടി കണ്ടില്ലേ? അച്ഛമ്മ എന്താ അവിടെ നോക്കിക്കണേ? മുകളിൽ ഇതാ കുറേ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇച്ചിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അമ്മ ദാ അവിടെ സ്വർണ്ണലൈറ്റിന് കീഴിലുള്ള ആമകളുടെ ഭംഗി ആസ്വദിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വലിയൊരു പോണ്ടിലേക്കാണ് കേട്ടോ. അവിടെ കുറേ മീനുണ്ട്. പക്ഷെ രണ്ട് വലിയ അരാപ്പയ്മകളുണ്ട് അതിനകത്ത്. എത്ര നേരം നിന്നിട്ട് ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റിയില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നിൽക്കണ പാലത്തിൻ്റെ അടിയിൽ നിന്ന് രണ്ടുപേരും എന്താ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെയും വലിപ്പം കണ്ട. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. ഇച്ചുട്ടൻ വീഡിയോസ് കാണുമ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അരാപ്പയ്മേനെ. ധ്യാനനിരതനായ ഒരു കുഞ്ഞു ചെമ്മീൻ. പിന്നെ ഈ മീനിൻ്റെ ഒക്കെ പേര് എൻ്റെ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. അത് വായിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമല്ലേ ഇത്തരം മീനുകളൊക്കെ. അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിന്നു. നടന്നു പോണ മീനെ കണ്ടോ നിങ്ങൾ? പിന്നെ ഇതാ പല്ലിയുടെ പോലൊരു മീൻ. ഡിസ്കവറി ചാനലാണ് കേട്ടോ ഞാൻ ഷാർക്കിനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ പല കളർഫുൾ ആയിട്ടുള്ള മീനുകളുണ്ട്. ഈ മീനിന് ഞാൻ മുള്ളൻ എന്നാട്ടാ പേരിട്ടത്. പിന്നെ ഇതാ വലിയ രണ്ട് ഓന്ത്. ഈ ചുടൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവന് മീൻ ഭയങ്കര ഇഷ്ടമാണ്, കാണാനായാലും കഴിക്കാനായാലും. പിന്നെ ഇതാ അമരത്തിൽ അശോകേട്ടനെ പോലെ തോന്നിക്കുന്ന ഒരു മീൻ. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ സ്പോട്ടാണ് കേട്ടോ. ഒരു കടലിൻ്റെ അടിയിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക്. തലയുടെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെ ഒക്കെ കുറേ മീനുകൾ പോകും. പിന്നെ ഇവിടുത്തെ അക്വേറിയത്തിൻ്റെ തീമുകൾ ഭയങ്കര രസമാണ്. ഒരു വലിയ മീനിൻ്റെ വായിൽ വിരലിട്ട് കടി മേടിക്കാൻ നിൽക്കുകയാണ് ഞാൻ. ആ സമയത്താണ് വേറൊരു കാഴ്ച കണ്ടത്. ഈ പൈപ്പുകളൊക്കെ എവിടെ ഫിറ്റ് ചെയ്യുന്ന അറിയാതെ ഒരു മാമൻ വെള്ളത്തിൽ നീന്തി കളിക്കുന്നു. അങ്ങനെ അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങാണ്. അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. വലിയൊരു സ്രാവിൻ്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഉപ്പിലിട്ടത് കഴിക്കാൻ പോവുകയാണ്. എവിടെയെങ്കിലും ഇത്തിരി പൈസ ചിലവാക്കാൻ പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൈസ മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൈനാപ്പിളും കഴിച്ചിരിക്കുമ്പോഴാണ് അമ്മ വിളിച്ചത്, മക്കളെ ഓടിവായോ, ഇവിടെ ദാ മീനിന് ഫുഡ് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വേഗം ബേഗിലെടുത്ത് വെച്ചിട്ട് ഞങ്ങളിതാ മീനിന് തീറ്റ കൊടുക്കാൻ പോവാണ്. വർഷങ്ങളായിട്ട് പട്ടിണി എടുക്കണ ഫീലാണ് ഇവിടുത്തെ മീനുകൾക്ക്. തിക്കും തിരക്കും ഉണ്ടാക്കി ശ്വാസം മുട്ടി എന്തൊക്കെയാ ചെയ്യണേ. അങ്ങനെ അവർക്കൊക്കെ കുറച്ച് ഫുഡ് കൊടുത്ത് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് നടന്നു. അവിടെ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയതാണ്. ഇത്ര വലിയ പോണ്ടിൽ കുറച്ച് കുഞ്ഞു മീനുകൾ ഇട്ടിട്ട് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ചമ്മി നാറി പുറത്തിറങ്ങിയപ്പോൾ ആ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം കഴിച്ചു. അവിടെ നിന്ന് ഇതാ പോയത് 16D സിനിമ കാണാനാണ് കേട്ടോ. അവൻ്റെ ഇഷ്ടത്തിന് കയറിയതാണ്. കയറിയിരുന്നതിന് ശേഷം എന്നെ കൊന്നാലും ഞാൻ സ്ക്രീനിലേക്ക് നോക്കലടാന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചിച്ചൂട്ടനെ അള്ളി പിടിച്ചിരുന്നു. ഇതൊന്നും ആരും കാണില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ പുറത്തൊരു സ്ക്രീൻ ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ട് വെച്ച തീവണ്ടിയിൽ ഞങ്ങൾ യാത്ര പോവാണ് അവിടെയുള്ള ചെറിയൊരു കാട്ടിലേക്ക്. അങ്ങനെ പാട്ട് കേട്ട് ട്രെയിൻ യാത്രയും കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ചൂട്ടൻ ആ യാത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, ബോറടിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഒരു ദിവസം പോകണം കേട്ടോ. ടാറ്റാ.